ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. 300-ലേറെ എംപിമാരും പ്രതിപക്ഷ നേതാക്കളും പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ശരത് പവാറിന്റെയും നേതൃത്വത്തിൽ കുത്തിയിരുന്ന എംപിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധം തുടരുമെന്ന് എംപിമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എംപിമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ പ്രതിഷേധം? വലിയ അതിക്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത്. നമ്മൾ നിരന്തരം പാർലമെന്റിന്റെ അകത്ത് സഭകളിലും വലിയ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. SIR-നെതിരായിട്ടുള്ള പോരാട്ടമാണ്. അത് ഗവൺമെന്റ് ഒരിക്കലും ചർച്ച ചെയ്യാറായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി. ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യം മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. മാർച്ച് ഇവിടെ വെച്ച് തടയുകയും ചെയ്തിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള, ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുക്കണം. അതാണ് തെരുവിലേക്ക് സമരം വരുന്നത്. എങ്ങനെയാണ് ഈ പ്രതിഷേധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ? രാജ്യം കണ്ട ഏറ്റവും ശക്തമായ പ്രതിഷേധ സമരങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന് 300-ലധികം പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന സമരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതിത്വത്തിനെതിരായി, SIR-നെതിരായി, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരായി ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ ആരംഭിക്കുന്ന അത്യുജ്വലമായ പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ തുടക്കമായിരുന്നു സത്യത്തിൽ ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായിട്ടും ഈ വിഷയം കൂടുതൽ കരുത്തോടെ, ശക്തിയോടെ ദേശീയ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് ജോർജ് MP കൂടെയുണ്ട്. ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ സമരം തുടരും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കാനല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം രാജ്യത്തിന്റെ ഭാവിയുടെ പ്രശ്നം, ജനാധിപത്യ ഭാവിയുടെ പ്രശ്നമാണ് ഇത്. വളരെ ആസൂത്രിതമായി ഈ രാജ്യത്തെ ജനാധിപത്യം സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാനുള്ള ഗൂഢനീക്കമാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ പാടില്ല. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരം, ശക്തമായ സമരം പാർലമെന്റിനകത്തും പുറത്തുണ്ടാവും. എങ്ങനെയാണ് ഈ പ്രതിഷേധം? ഇനി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ചർച്ചകളും പ്രതിഷേധവും ഞങ്ങളൊക്കെ തീയിൽ കുരുത്ത സന്തതികളാണ്. വെയിലത്ത് പാടില്ല. അറസ്റ്റ് കൊണ്ടും മർദ്ദനം കൊണ്ടും ഭീഷണി കൊണ്ടും കേസ് കൊണ്ടും ഒരു സമരവും ഒതുക്കാൻ പറ്റില്ല. കാരണം ഈ സമരം പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ എന്നേക്കുമായി ജനാധിപത്യം അട്ടിമറിക്കപ്പെടും. ഭരണഘടന വലിച്ചു കയറി അവർ ദൂരെ എറിയും. അതുകൊണ്ട് ജനാധിപത്യം പുലരാൻ, ഭരണഘടന അനസ്യൂതം നിലനിൽക്കാൻ, അതിനുവേണ്ടിയാണ് ഈ സമരം. അതുകൊണ്ട് ഇത് അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഒതുക്കാനാവില്ല. ഒരിക്കലും ഭയപ്പെടില്ല എന്ന് തന്നെയാണ് എംപിമാരടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ A റഹീം MP കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശക്തമായ പ്രതിഷേധം. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. പ്രതിപക്ഷത്തിന്റെ ഐക്യമാണ് പ്രകടമായത്. രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം? ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് നടത്താനും ജനാധിപത്യം സംരക്ഷിക്കാനുമാണ്. പക്ഷെ പകരം ജനാധിപത്യത്തെ ടോർപിഡോ ചെയ്യാൻ, അട്ടിമറിക്കാൻ ഒരു കമ്മീഷൻ പ്രവർത്തിക്കുകയാണ്. തൃശ്ശൂരിലടക്കം ഇന്ന് നമ്മൾ മീഡിയ വാർത്ത പുറത്തുവിട്ടു. ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. മാൽ പ്രാക്ടീസ്. നിങ്ങൾ നോക്കൂ, പുതുതായിട്ട് SIR, എന്തിനാണ് SIR കൊണ്ടുവരുന്നത്? അവർക്ക് അനുകൂലമായ ഒരു പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുകയാണ്. എന്തിനാ? ഇനി അധിക കാലത്തേക്ക് ഒരു ഏകാധിപത്യ വാഴ്ചയ്ക്ക് ഇന്ത്യയെ ഒരുക്കാൻ വേണ്ടി നമ്മൾ കണ്ടു നിൽക്കണോ? പാർലമെന്റിനുള്ളിൽ ചർച്ച ആവശ്യപ്പെട്ടു, സമ്മതിക്കില്ല. തെരുവിലേക്ക് വന്നിരിക്കുകയാണ് മുഴുവൻ MPമാരും പ്രതിപക്ഷ നിരയിൽ. നോക്കൂ, വിട്ടുനിന്നവർ പോലും ഒരുമിക്കുകയാണ്. ഇതാണ് മഹാപോരാട്ടം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. കേരളത്തിൽ 2 സീറ്റുകളിൽ BJP വിജയിച്ചിരുന്നു സമീപകാലത്ത്. അതിലൊരു ഇത്തരത്തിലുള്ള തീർച്ചയായും ഈ ക്രമക്കേടുകളെ കുറിച്ച് ഒരു ഭരണഘടനാ സ്ഥാപനം വളരെ ഉത്തരവാദിത്തോടു കൂടിയുള്ളവർ ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി വസ്തുത പറയാൻ അവർ തയ്യാറാകണ്ടേ? പാർലമെന്റ് നടക്കല്ലേ? SIR-നെ കുറിച്ചും ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഇതിലും തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകണമെന്ന് തന്നെയാണ് എംപിമാരടക്കം വ്യക്തമാക്കുന്നത്. യുവ നേതാക്കൾ അടക്കം, യുവ എംപിമാരടക്കം ഇന്ന് പ്രതിഷേധത്തിൽ ശക്തമായിരുന്നു. ഇപ്പോൾ